അപ്പം നമ്മൾ ഇന്ന് പൊന്മാൻ പടം കാണാൻ പോവുകയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പൊന്മാൻ എന്തായാലും കാണാൻ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് പോവാന്ന്. അപ്പോൾ ഇന്ന് പടം കാണാൻ പോവുകയാണ് കേട്ടോ. 7 മണിക്കത്തെ ഷോയ്ക്കാണ് പോകുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് പടം കണ്ടു. എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ബേസിലളി നന്നായിട്ട് തന്നെ ബേസിലളി എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്കൂളിലായാലും വീട്ടിലായാലും എങ്ങനെയായാലും പടമൊക്കെ കാണാൻ പോവുകയാണെങ്കിൽ ഞങ്ങൾ ബേസിലളിയൻ്റെ ഏകദേശം എല്ലാ പടവും കണ്ടിട്ടുണ്ട്. കാണാൻ പറ്റാത്ത പടം, അതായത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത പടം എന്തായാലും OTTയിൽ വരുമ്പോൾ എന്തായാലും ഞങ്ങൾ കാണും. ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കാണും. അങ്ങനെ ഞാൻ സ്കൂളിലൊക്കെ ആണെങ്കിൽ ബേസിലളി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരുടെ അടുത്തും പറയുക. ഇങ്ങനെ പടത്തിന് പോവുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ബേസിലളീൻ്റെ പടത്തിന് പോവുക അങ്ങനെയാണ് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബേസിലളി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെയും ബേസിലളി എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ബേസിലളീൻ്റെ വീട്. ഇവിടെ നിന്ന് ഒരു 13 രൂപ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതുവരെയായിട്ടും പോയി കാണാൻ പറ്റിയിട്ടില്ല. കാണണമെന്നുണ്ട്, കാണുമായിരിക്കും. പിന്നെ ഈ പടത്തിൽ എന്താണ് PP അജീഷ് എന്നാണ് ബേസിലളീൻ്റെ പേര്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ കൂടെ നമ്മൾ ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ പറയുന്ന ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിച്ചു പോകും. നമ്മളുടെ ഓരോ കുടുംബത്തിൻ്റെയും ഫീൽ എങ്ങനെയാണോ അത് തന്നെയാണ് നമുക്കും കിട്ടുന്നത്. എന്താണ് അത്രയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എല്ലാ നടന്മാരുടെയും പടം ഇഷ്ടമാണ്. പക്ഷേ എന്നാലും ഏകദേശം കുറച്ച് കൂടുതൽ ഇഷ്ടം എനിക്ക് ബേസിലളീൻ്റെ പടമാണ്. പിന്നെ ആ പടത്തിൽ അമ്പാനൊക്കെ ഉണ്ട്. അമ്പാനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അമ്പാനൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ബേസിലളിയെ കുത്തിയത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാവരും അവർക്ക് പറ്റുന്ന പോലെ എന്തായിട്ടുണ്ട് നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ബേസിലളിയെ ഇത്തിരി കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ കുറച്ച് കരഞ്ഞുപോയി. കാരണം സെൻറ്റൊന്നും ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ആ എന്താണ് കുറച്ച് സീക്വൻസുകളിൽ ഞാൻ എന്തായി കരഞ്ഞുപോയി. പിന്നെ എല്ലാവരും പോയി കാണുക. എന്താണ് നല്ലൊരു പടമാണ്, എല്ലാവരും പോയി കാണുക. ഓക്കെ, ബൈ.